ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് സൂട്ടബിളായിട്ടുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഭയങ്കര കഷ്ടപ്പാടൊന്നും ഇതിൻ്റെ പിന്നിലില്ല. നമുക്കെന്ന് പറഞ്ഞാൽ കാസ്റ്റിക് സോഡ വെച്ചിട്ടാണെന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോപ്പുകൾ മിക്കവാറും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡവ്, അതൊക്കെ ഇപ്പോൾ ഒത്തിരി അതിലുപയോഗിച്ചിരിക്കുന്ന ഫ്രാഗ്രൻസ് ഓയിൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളത്. പല രാജ്യങ്ങളിലും അത് ബാൻ ചെയ്താണ്. അതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടാനായിട്ട് ഡവ് എന്നും പറഞ്ഞു വരുന്ന പലതും നമ്മൾ പലതിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതൊന്നുമില്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലും അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലും ഉപയോഗിച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ pH ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. ഈവൻ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും, കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസിലാണ് കാര്യമിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് pH 5 to 6 വരെ റേഞ്ചിൽ നിൽക്കുന്ന ഇൻഗ്രീഡിയൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഉള്ളത് നമുക്ക് വളരെ കുറവേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ഒന്നാണ് സോഡിയം കൊക്കോ എസത്തനേറ്റ് എന്ന് പറയുന്ന പൗഡർ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഷാമ്പു ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെർസെൻറ്റേജിൽ അങ്ങോട്ട് ഡിഫറൻസ് വരുത്തിയാൽ മതി. നമ്മൾ pH കാര്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കത് വെറ്റ് ചെയ്തെടുക്കണം. വെറ്റ് ഇൻഗ്രീഡിയൻസും കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് CAPB, ഇതിൻ്റെയും pH പറഞ്ഞ മാതിരി ഭയങ്കര ഹൈ അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളറൻറ്റ്, വെറ്റ് ഇൻഗ്രീഡിയൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പ്രിസർവേറ്റീവ് അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളിത് സോപ്പ് ഉണ്ടാക്കി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് സോഡിയം കൊക്കോ എസത്തനേറ്റിൻ്റെ നൂഡിൽ പരുവത്തിൽ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ സോപ്പിൽ ഒരു വൈറ്റ് പോലെ കാണുന്നത്. ഇത് വൈറ്റമിൻ ഇ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് കംപ്ലീറ്റ് സോഡിയം കൊക്കോ എസത്തനേറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കോൺ സ്റ്റാർച്ച്, ഇത് കോൺ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അതും ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അരിപ്പൊടി ആയാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 3 ടൈം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു പൗഡറിൻ്റെ അനുസരിച്ചിരിക്കും വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയതിന് ശരിക്കും അത് പൊടിഞ്ഞു പോയി, കാരണം അത് പ്രോപ്പറായിട്ട് വന്നില്ല. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ആദ്യത്തെ നിങ്ങൾക്ക് കാണാം അത് വെയിറ്റ് കൂടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അത് ബൈൻഡായിട്ട് ഇരുന്നില്ല. അതുപോലെ അതിൽ ഉപയോഗിച്ച അരിപ്പൊടിയാണ് ഞാൻ കംപ്ലീറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന പോലെ കണ്ടോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വരാത്ത കാരണം അടുത്തത് ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കളർ കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ടീയുടെ പൗഡർ ഞാനത് വളരെ കുറവ് ആഡ് ചെയ്തു. അപ്പോൾ അതും എനിക്ക് ഇത്തിരി ഹാർഡല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ 3ാമത്തെ വേർഷൻ ഉണ്ടാക്കി. 3ാമത്തെ ഒരുവിധം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറുകൾ, അതുപോലെ ഉപയോഗിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫോമുല സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മൾ പുതിയ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 ട്രയലൊക്കെ കഴിഞ്ഞാലേ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് സാധനം കിട്ടുള്ളൂ. SCI അല്ലെങ്കിൽ ക്യാബ്, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഷാമ്പു ഉണ്ടാക്കിയെടുക്കുക. ഇതിന് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് വേറെ ഒരു സിന്തറ്റിക് ഇൻഗ്രീഡിയൻസും ഇല്ലാതെ, അതുപോലെ മുടിക്ക് നിര കുറയ്ക്കാനും എല്ലാത്തിനും, സ്കിന്നിനായാലും ഒക്കെ, കുഞ്ഞുങ്ങൾക്കായാലും എല്ലാം, ഈവൻ ഹെയറിന് പോലും നമുക്ക് സെയിം സോപ്പ് തന്നെ ചെറിയൊരു ഓൾട്ടറേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയറിനായാൽ പോലും നമുക്ക് ഷാമ്പു ബാർ എന്ന് പറയും അതിനെ, നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് വെറൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വെറ്റ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കിപ്പോൾ ക്യാബില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പതയൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പ്രശ്നം റോസ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനത്തെയൊക്കെ വെച്ച് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രിസർവേറ്റീവ് പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ എന്നാലും ഇതിൽ ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു. കാരണം നമ്മളിപ്പോഴും മോയ്സ്ചറുള്ള സ്ഥലത്തും വെള്ളത്തിലൊക്കെ വെക്കുന്നതല്ലേ മീൻ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രിസർവേറ്റീവ്, ഞാൻ 0.50 ഒക്കെ പ്രിസർവേറ്റീവ് നമുക്ക് മതിയാവും. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.